بسم الله الرحمن الرحيم. عن أبي هريرة رضي الله عنه قال മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു ثلاث دعوات مستجابات മൂന്ന് വിഭാഗ ആൾമാരുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കുക. അപ്പോൾ ആ മൂന്ന് വിഭാഗ ആരെല്ലാം ലാ ശക്ക ഫീഹിന്ന ആ മൂന്ന് വിഭാഗ ആൾമാരുടെ ദുആക്ക് ഇബാദത്ത് കിട്ടുക ചൊല്ലയിൽ യാതൊരു സംശയവുമില്ല. അത് ഒന്നാമത്തെ ആൾ ദഅവത്തുൽ മദ്ലൂം ആക്രമിക്കപ്പെട്ട ആൾ ദുആ. നമ്മൾ ആരെ മനസ്സിലായെങ്കിൽ ബേജാറാക്കണം, അല്ലെങ്കിൽ ആർക്കായെങ്കിലും ഒരു കാരണവുമില്ലാതെ ശിക്ഷ കൊടുക്കണം, ഒരാളെ ആക്രമിക്കുക തീരും. അയാൾ ഇത് കണ്ണട തന്നിട്ടിട്ട് നമുക്ക് എതിരായിട്ട് ഹൈറായിട്ട് ഷറായിട്ട് ദ്വാർത്തിട്ട് കണ്ടെങ്കിൽ ലാ ശക്ക ഫീഹിന്ന അല്ലാഹു തആല അയാൾ ദ്വാർത്തിന് ഉത്തരം കൊടുക്കില്ല ചൊല്ലില്ല, അതൊരു സംശയമില്ല, കൊടുക്കില്ല അർത്ഥം. അപ്പൊ ഞങ്ങൾ ആരെയും ആക്രമിക്കണം തീര ആക്രമിച്ചവന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ആക്രമികളെ ദുആക്ക് തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗത്തെയാണ് വദഅവത്തുൽ മുസാഫിർ. മുസാഫിരീങ്ങളുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കണം. മുസാഫിരീങ്ങൾ ചൊല്ലിക്ക് യാത്ര പോകണ്ട അങ്ങ് ദ്വാർന്നെങ്കിൽ അങ്ങനെ ദ്വാർക്ക് അല്ലാഹു തആല വേഗം ഉത്തരം കൊടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹാരമാവണമുണ്ടോ, അവ ഇല്ല, അല്ലെങ്കിൽ കടമുണ്ടോ, കട തീരണമുണ്ടോ, അല്ലെങ്കിൽ മക്കയില്ല, അല്ലെങ്കിൽ മക്കളെ മങ്ങിനാവണമുണ്ടോ, അല്ലെങ്കിൽ രോഗശിഫയാവണമുണ്ടോ, അല്ലെങ്കിൽ ഡ്യൂട്ടി ഇല്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ മുട്ടുന്നവരെ എതിർനീക്കണം. അപ്പൊ ഞങ്ങള് എല്ലാ പ്രശ്നവും നമ്മൾ ദ്വാർന്നോട്ട് ഇക്കടാം. ചില ആൾമാരുടെ ദ്വാരത്തിൽ ചില സ്വാലിഹിക ഇക്കടാറ് ആണ് ദ്വാരത്തിൽ അല്ലാഹു തആല വേഗം ഉത്തരം കൊടുക്കണം. അതേപോലെ യാത്രക്കാർ ഞങ്ങളെ ഒത്തിരാവട്ടെ, ഞങ്ങളെ മക്കമ്മ ഇളകമുത്തമ്മ, അല്ലെങ്കിൽ ബാപ്പുമ്മ പെഞ്ഞായ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ അയൽവാസികമ്മ ആറുപേരുണ്ടാവട്ടെ യാത്ര പോയിട്ടുള്ളവരുണ്ട് കണ്ടെങ്കിൽ അവരുടെ ഞാൻ എന്താക്കണു ദ്വാരത്തിൽ വസിയത്താക്കണു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചൊല്ലണം. നിങ്ങളൊക്കെ എന്താക്കണു ഇന്ത്യൻ്റെ വിഷയത്തിൽ ദ്വാർക്കണു, ഇന്ത്യൻ്റെ കാര്യം ശരിയാവണമുണ്ടോ. ഇപ്പൊ ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഏത് രൂപത്തിൽ ഹലാലായ യാത്ര പോകണമെങ്കിലും മക്കത്തേക്ക് പോകണമെങ്കിലും ഹജ്ജുകാവട്ടെ ഉംറത്തുകാവട്ടെ ഇനി സിയാറത്ത് ഏത് രാജ്യത്തേക്കും ഹലാലായ യാത്രക്ക് പോകേണ്ടവരൊട്ടിಗೆ നിങ്ങൾ ദ്വാറാക്കോ ചൊന്നെങ്കിൽ നമ്മൾ എന്തൊരു വിഷയം ചൊന്നെങ്കിൽ ആ ദ്വാരണ്ടെങ്കിൽ അവളെ ദ്വാരത്തിൽ അല്ലാഹു തആല ഉത്തരം കൊടുക്കുക. അവളെയും ഞങ്ങളെയും ദ്വാവും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ, ഉത്തരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് രണ്ടാമത്തെ ആൾ. വദഅവത്തുൽ വാലിദി മൂന്നാമത്തെ വിഭാഗം. സുബ്ഹാനല്ലാഹ്. ആരവത്തിന്റെ മൂന്നാമത്തെ ആൾ വദഅവത്തുൽ വാലിദി അലാ വലദിഹി. മക്കൾക്ക് പേരായിട്ട് ബാപ്പ ഉമ്മ ദ്വാർക്കണു, അല്ലെങ്കിൽ ബാപ്പ ഉമ്മയുടെ ദ്വാ. قال حديث حسن وليس في رواية أبي داود على ولده. അപ്പൊ മക്കൾക്ക് പേരായിട്ട് ബാപ്പ ഉമ്മ ദ്വാർക്കുന്നു, അല്ലെങ്കിൽ ബാപ്പ ഉമ്മയുടെ ദ്വാ. രണ്ട് രൂപമുണ്ട്. ബാപ്പ ഉമ്മയുടെ ദ്വാരത്തിൽ അല്ലാഹു തആല ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് പേരായിട്ട് ബാപ്പ ഉമ്മ ദ്വാർക്കുന്നു, ആ ദ്വാരത്തിനും അല്ലാഹു തആല ഉത്തരം കൊടുക്കുക. അപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് പേരായിട്ട് ഞങ്ങൾ ബാപ്പായ ഞങ്ങ ഉമ്മായ ഞങ്ങൾ എന്താക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് പേരായിട്ട് ചമ്മ ദ്വാർക്കുന്നു. നല്ലതിക്ക് പേരായിട്ട് ആൾക്ക് നല്ല ഒരു ഡ്യൂട്ടി കിട്ടുക പേരായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസ പഠിപ്പ് ഉഷാറാവുന്ന പേരായിട്ട്, എന്നാലും മക്കൾക്ക് എന്തെങ്കിലും രോഗം അത് ശിഫയാവുക പേരായിട്ട്. വെറും ഡാക്ടർമാരെ മാത്രം വിട്ട പോകണ്ടല്ല, അവിടേക്കും പോകണം. ഇത് ശിഫയായില്ല കണ്ടെങ്കിൽ ആ ഡാക്ടർമാരെ വിട്ട പോകണം. അതൊരട്ടിക്കും ദ്വാർക്കണം. ബാപ്പ മക്കൾക്ക് പേരായിട്ട് ദ്വാർക്കുമ്പോൾ അല്ലാഹു തആല വേഗം ഉത്തരം കൊടുക്കുക. മൂന്നാമത്തെ വിഭാഗമായിട്ട് അല്ലാഹു ഉത്തരം കൊടുക്കണേല് ബാപ്പ ഉമ്മ ചൊല്ലുക. അപ്പൊ ഞങ്ങളെ ബാപ്പ ഉമ്മരട്ടിക്ക് മക്കായ ഞങ്ങൾ ചൊല്ലു, ബാപ്പാനൊക്കെ ദ്വാർക്കറു, ഉമ്മാനൊക്കെ ദ്വാർക്കറു. ബാപ്പ ഉമ്മരട്ടിക്ക് ഞങ്ങൾ പ്രതി ഒരു കാര്യവും ബാപ്പരട്ടിക്ക് ഉമ്മരട്ടിക്ക് ചൊല്ലണോ. ഉമ്മ നിസ്കരിക്കുമ്പോൾ ദ്വാക്കുമ്പോഴത്തേക്കല്ല തന്നെ മറക്കണ്ട. ഉമ്മ ഒരു ഉമ്മ മരിച്ചെന്നെ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദ്വാക്കിടെ ഒരു കൈ ഇല്ല
ഇല്ലാണ്ട് പൊലിഞ്ഞു പോയിട്ട് നടത്ത ഇല്ലാണ്ടായി പോയിട്ട് അപ്പൊ ഞങ്ങൾ എപ്പോഴും റാഹത്തിൽ ജീവിച്ചോണ്ടുള്ള ശ്രദ്ധിക്കുന്നത് എന്തോ വാപ്പയുടെ ആശീർവാദ ഉമ്മയുടെ ആശീർവാദ അങ്ങ് മരിച്ചു പോയെങ്കിൽ ഞങ്ങൾ പിന്നെ ഭാര്യ ജാഗ്രതാക്കി ജീവിക്കണു അല്ലെങ്കിൽ ഉമ്മ ഇനി ബാപ്പ മനസ്സിലാക്കാം ഇനി ചണ്ടാലന്മാർ ചേർന്നേക്കാം സുബ്ഹാനല്ലാഹ് പിന്നത്തെ ജീവിത ഭാര്യ കഷ്ടമുണ്ട് വാപ്പ ഇല്ലെങ്കിൽ എന്തോ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് അപ്പുറത്തേക്ക് ചാവുമ്പോൾ ഞങ്ങൾക്ക് ദ്വാക്കിടെ ചണ്ട് കൈയിത്ത് ആ കൈ ഇല്ലാണ്ടായി പിന്നെ ഞങ്ങളുടെ ജീവന ഭാര്യ കഷ്ട അപ്പൊ ഞാൻ പിന്നെ ഭയങ്കര ദ്വാരത്തിലൊട്ടിಗೆ ഇബാദത്തിനായിട്ട് ജീവിക്കേണ്ടി വന്നു എന്തേ ഞങ്ങളെല്ലാം ആഫാത്തുകളെ തൊട്ട് മുസീബാത്തുകളെ തൊട്ട് രക്ഷപ്പെടുത്തവു പാപ്പമ്മ ദ്വാരം ചെയ്യുന്നത് ഇനി അങ്ങനെയാണ് ദ്വാരക്കേണ്ടി വന്നത് അപ്പൊ ഞങ്ങൾ ചമ്മ ദ്വാരക്കൊരു പാപ്പമ്മ മറിച്ചെങ്കിൽ അവർക്ക് ദ്വാരಕ್ಕೆ ഒരു കൈ ഇല്ലാണ്ടായിട്ട് അല്ലാഹു തആല നാളെ പാപ്പമ്മ ഹയാത്തുള്ളവരെ ആ ഹയാത്തുള്ളവരെ എല്ലാവരും പാപ്പമ്മക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിച്ച കഴിഞ്ഞ നമുക്ക് ഈ ദ്വാരത്തെ ബറക്കത്തുകൊണ്ട് ഈ ഹദീസിന്റെ ബറക്കത്തുകൊണ്ട് മുത്തനബിയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആളെയും നമ്മളെയും ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ ഖബറിലുള്ള അസാബിനെ തൊട്ട് ആളെയും ഞങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മളെല്ലാ രൂപത്തിലുള്ള ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചൊല്ലിയതും കേട്ടതും അല്ലാഹു സ്വാലിഹായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب